ഗൈസ്, ഞങ്ങൾ ഇതാക്കുന്ന നോമ്പ് തുറയാണ് കേട്ടോ. നമ്മൾ ഷംനൻ്റെ വീട്ടിൽ ഇതാക്കുന്ന ചിക്കൻ. ഇതെന്തിനുള്ള ചിക്കനാ ഷംന? ചിക്കൻ അൽഫാമിന് വേണ്ടിയിട്ട് നമ്മളിതാ വേവിച്ച് വെച്ചതാണ് കേട്ടോ. ചിക്കൻ പൊരിക്കാനുള്ളതെല്ലാം ഇവിടെ ഉണ്ട്. പാവം ഷംന, പാവം കുട്ടി. അതെ, ഇതാ നെയ്ച്ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഷംന. ഞാനിതാക്കുന്നത് എൻ്റെ മെയിൻ പണി ഇതാ പത്തിരി കൊയ്ക്കാച്ചൂടുക. എനിക്ക് ഏടെ പോയാലും തരുന്ന പണിയാണ് ഗൈസ്. റൈഹാനത്തിനെ കാണിച്ചു തരാം ഗൈസ്. റെഹാന മോൾ ഹായ് ഹായ്. ഇതാക്കുന്നുട്ടോ റെഹാനത്തിൻ്റെ പണി. ഞാൻ ഇതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല, കാരണം ഞങ്ങൾ തന്നെയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഗൈസ് എല്ലാം ഇനി ഉണ്ടാക്കിയിട്ട് കാണിക്കില്ലേ റെഹാന്ത? റെഹാനത്തിൻ്റെ സ്പെഷ്യൽ കട്ട്ലേറ്റ് ആൻഡ് ഇതെന്താ ബ്രെഡ് ഉണ്ട. വേണ്ടിയവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അല്ല, ബ്രെഡ് ഉണ്ടൻ്റെ റെസിപ്പി വേണ്ടിയവർ നമുക്ക് ചെയ്യാം. അതേപോലെ റെഹാന്ത മീനിൻ്റെ എന്തൊന്നുമില്ല അയില മീൻകായ് എൻ്റെ ഇത് വേണമെന്ന്, റെസിപ്പി വേണമെന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അതെ, അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിനുള്ള വീഡിയോയിൽ വരുള്ളൂ കേട്ടോ. ഗായ്സ് എന്തൊക്കെ ഐറ്റംസാണ് നോക്കിക്കേ. ഞങ്ങൾ മൂന്നാളും കൂടെ ഉണ്ടാക്കിയ കേട്ടോ. ഞാൻ ഷംന റയ്യാൻ താത്ത. പഴംപൊരി ഉണ്ട്, കോഴി ഇതാ നിർത്തി പൊരിച്ചുണ്ട്, കാരക്ക ഉണ്ട്, കട്ട്ലേറ്റ് ഉണ്ട്, ബ്രെഡുണ്ടുണ്ട്, നല്ല തേങ്ങച്ച ചിക്കൻ കറി, നല്ല ചിക്കൻ പൊരിച്ചത്, പത്തക്ക ജ്യൂസ്, തരി, നെയ്ച്ചോറ്, ഫ്രൂട്ട്സ്, അതേപോലെ ഇതാ ബീഫ് വരട്ട്, പത്തിരി എല്ലാം ഉണ്ട് കേട്ടോ. ചായ ഷംനണ്ടി ചായ പാരുന്നു. അങ്ങനെ മാഷാഅല്ലാ അടിപൊളി കേട്ടോ. ഞങ്ങൾ തുറക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത കൊല്ലമൊക്കെ ഞങ്ങളെല്ലാവരും അങ്ങനെ ഒരുമിച്ചുണ്ടാവുമെന്ന് അറിയില്ല. ഓരോരുത്തർ ഗൾഫിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവായതുകൊണ്ട്. ഗായ്സ് എല്ലാവരും ഇതാക്കുന്നത് തുറക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ് കേട്ടോ. കിച്ചപ്പ നോമ്പില്ല എനിക്ക്? കിച്ച് നോമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. റിച്ചു എല്ലാവരും ഉണ്ട്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങള് തറാവിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കൊടുവള്ളി പോവാണ് കേട്ടോ. ജസ്റ്റ് നമ്മുടെ നോമ്പിന് പുറത്തിറങ്ങി പോക്ക് തുടങ്ങുന്നേ ഉള്ളൂ. പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊടുവള്ളിയിലേക്ക്. സ്റ്റാള് തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പോയി നോക്കട്ടെ നോമ്പിന്റെ സ്റ്റാളൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. ബാക്കിലുണ്ട് കേട്ടോ ഷംനയൊക്കെ. അങ്ങനെ ഗൈസ് നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ കൊടുവള്ളിയിലേക്ക് ഒരു നൈറ്റ് ഡ്രൈവ് ആയിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ സ്റ്റാളുകളൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കുലുക്കി സർബത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതാക്കുന്ന കൊടുവള്ളിയിലേക്ക് വന്നതാണ്. അങ്ങനെ ഇതാക്കുന്ന ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉള്ളിടത്തല്ല കേട്ടോ ഈ പ്രാവശ്യം ഉള്ളത്. ഇപ്പോൾ കോഴിക്കോട് റോഡിലാണ്. അങ്ങനെ ഇതാണ് കേട്ടോ സംഭവം. ഞങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാക്കുന്ന അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് റോഡ് മുറിച്ച് കിടക്കുകയാണ് കേട്ടോ. പാർക്കിംഗ് ഒക്കെ കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഇതാക്കുന്ന എവിടെയാണ് വന്നിരിക്കുന്നത്? ഞങ്ങൾ കൊടുവള്ളി സ്റ്റാളിൽ വന്നതാണ് കേട്ടോ. അത് അറിയുന്ന പോലെ കൊടുവള്ളി സ്റ്റാളിലാണ് ഗൈസ്. ഫുള്ള് തിരക്കാണ് കേട്ടോ. ഇവിടെ നമുക്കൊരു വീഡിയോ എടുക്കാൻ ഒരു നിർവാഹമില്ല, അത്രയ്ക്ക് തിരക്കാണ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇതാക്കുന്ന ആദ്യം തന്നെ ട്രൈ ചെയ്യുന്നത് പാലക്കാടൻ മസാല സോഡാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ട്രൈ ചെയ്തൊരു ഐറ്റമാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവരെടുത്ത് പറഞ്ഞു നമുക്ക് ഇത് തന്നെ ആദ്യം തന്നെ ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെ ഇതാക്കുന്ന സാധനം കിട്ടി. ഞാനാണ് കേട്ടോ ആദ്യം തന്നെ ട്രൈ ചെയ്യുന്നത്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഐറ്റം. കാരണം നല്ല എരിവും പുളിയും ഒക്കെ നല്ല മത്താവും കേട്ടോ. അങ്ങനെ അതാക്കുന്ന റിലുമോള് ഞാൻ കഴിച്ച് കണ്ടപ്പോൾ ഞാൻ നല്ല ടേസ്റ്റ് കണ്ടപ്പോൾ റിലുമോളാണ്. അങ്ങനെ ഓരോരുത്തരും ട്രൈ ചെയ്തു. ഇവർക്കൊന്നും അത്ര വലിയ ലൈക്കായില്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? പഴയ കാല നൊസ്റ്റ് മുട്ടായികളെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? കോലുമുട്ടായോ?
പണ്ടത്തെ മുട്ടായികൾ. കിച്ചപ്പനാണ് ജുറാസിക് വേൾഡ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കിച്ച് കയറിയ കണ്ടപ്പോൾ റിലുമോക്കും ഒരാഗ്രഹം കേട്ടോ, റിലുമോക്കും അതൊന്ന് ചെയ്തു നോക്കണമെന്ന്. അങ്ങനെ ഓല് രണ്ടാളും ഒരുമിച്ചാണ് കേട്ടോ പിന്നെ ചെയ്തത്. പക്ഷെ ഓൽക്ക് വലിയ ഇഷ്ടമായില്ല എന്നാണ് ഓല് പറഞ്ഞത്, എന്തോ പേടിക്കാൻ മാത്രമൊന്നുമില്ലാന്ന്. അങ്ങനെ ഓല് രണ്ടാളും അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതാക്കുന്നത് പിന്നെ കഴിക്കാൻ പോയത് കണ്ണൂർ കോക്ടെയിലാണ് കേട്ടോ. അത് പിന്നെ എല്ലാ പ്രാവശ്യവും നമ്മൾ ട്രൈ ചെയ്യുന്നൊരു ഐറ്റം തന്നെയാണ് കേട്ടോ കണ്ണൂർ കോക്ടെയിൽ. അത് ഇതാക്കുന്ന റയാൻതാണ് ട്രൈ ചെയ്യുന്നത്. അവള് പറഞ്ഞു നോക്ക് നല്ല ഇഷ്ടമായി എന്നാണ് കേട്ടോ പറഞ്ഞത്. ഞങ്ങൾ ഓരോരോ ഐറ്റംസ് ഓരോന്നാണ് കേട്ടോ വാങ്ങുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മടുക്കില്ല, കാരണം എന്നാൽ പിന്നെ എല്ലാവർക്കും ട്രൈ ചെയ്യുകയും ചെയ്യാം. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓരോന്ന് വാങ്ങിയാലേ നമുക്ക് എല്ലാവർക്കും മിക്സഡായിട്ട് ഇതാക്കാമല്ലോ. അടേ കല്ലുമ്മക്കായി സൂപ്പാണ് ഗൈസ്. ഇത് കിട്ടണമെങ്കിൽ എപ്പം വരണമെന്ന് ചോദിച്ചു നോക്കി. അപ്പം സൂപ്പ് എവിടെ കണ്ടാലും ഇതാക്കുന്ന ആക്രാന്തം കാണിക്കുന്ന രണ്ടെണ്ണം. നാളെ വരുമല്ലോ ഷംന. അപ്പോൾ ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മൾ സൂപ്പൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയേ. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.